നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. സർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാർലമെന്റിലെ സഭ കൂടിയ സമയത്ത് വളരെ പ്രക്ഷുബ്ധമായി, എന്താ പറയുക, ഒരു തരത്തിലും ഒരാളെയും സംസാരിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ പ്രതിപക്ഷത്തിന്റെ വലിയൊരു ബഹളമാണ് അവിടെ കണ്ടത്. അതായത് ഇവർക്ക് തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, സംസാരിക്കണം, ഇവർക്ക് തന്നെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. പക്ഷേ എന്നാൽ അത് സംസാരിക്കാനായിട്ട് എണീക്കുമ്പോഴോ അത് അവർക്ക് കേൾക്കും വേണ്ട, വെറുതെ എന്തൊക്കെയോ ഒരു അലങ്കോലം നടത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായത്, സഭ തുടങ്ങി കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും സഭയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വന്ദേമാതരം മുഴുവൻ പാടി. അതിനുശേഷം തന്നെ സ്പീക്കർ അദ്ദേഹം പറഞ്ഞു സഭ ഇന്നേക്ക് പിരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് വന്ദേമാതരം പാടി കഴിഞ്ഞ ഉടനെ തന്നെ അവരവിടെ പ്രതിപക്ഷം ബഹളം തുടങ്ങി. അപ്പോൾ സഭ ഇന്നേക്ക് പിരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിപ്പിച്ച് എല്ലാവരും പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതായത് ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ജനങ്ങൾ വെറുതെ ഒന്നല്ലല്ലോ അവരെ അയച്ചിരിക്കുന്നത്, ഉത്തരവാദിത്തപ്പെട്ട പല കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ഒരു ശബ്ദമാകാനാണ്. പക്ഷെ ഇങ്ങനെ സഭ ഇങ്ങനെ അലങ്കോലമാക്കി കൊണ്ടു നടന്നാൽ കാര്യങ്ങൾ എളുപ്പമാകൂ? അതല്ലല്ലോ വേണ്ടത്. അല്ലെങ്കിൽ പ്രതിഷേധമൊക്കെ വേണം, പക്ഷെ ഒരു സംസാരിച്ച് നല്ല രീതിയിൽ അത് കൊണ്ടുപോവുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും. ഈ പണ്ടൊക്കെ എല്ലാ കോളേജുകളിലും ജയിച്ചുകൊണ്ടിരുന്നത് KSU ആണ്. KSU യൂണിയൻ്റെ ഉദ്ഘാടനം, കോളേജ് യൂണിയൻ്റെ ഉദ്ഘാടനം നടത്തുമ്പോൾ SFIയുടെ ആൾക്കാർ, തോറ്റ SFIക്കാരുടെ ആൾക്കാർ അവിടെ വന്ന് കൂവി വിളിക്കും. അതിപ്പോൾ മുഖ്യമന്ത്രി ആയാലും ആഭ്യന്തരമന്ത്രി ആയാലും ഏത് മന്ത്രിയായാലും അത് കൂകി കുളമാക്കുക എന്നൊരു പരിപാടിയാണ് അവരുടെ നയം. എല്ലാ കോളേജുകളിലും സംഭവിക്കാറുള്ളതാണ്. ചെരുപ്പെടുത്തി ചിലപ്പോൾ കലാപരിപാടി അവസരിക്കുന്ന സമയത്താണെങ്കിൽ ചെരുപ്പെടുത്തി എറിയുകയും ചെയ്യുന്നത്, അത് കുളമാക്കണം. അപ്പോൾ പാർലമെൻ്റ് ഒന്ന് കുളമാക്കണമെന്നുള്ള ഉദ്ദേശത്തിനപ്പുറം ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രധാനപ്പെട്ടതും ഗൗരവമേറിയതും ഓരോ പൗരനും പ്രയോജനപ്പെടുന്ന, ഓരോ സംസ്ഥാനത്തിനും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ, ചോദ്യോത്തരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനൊന്നും ഉദ്യമിക്കാതെ, ഒരു ചോദ്യം പോലും ചോദിക്കാതെ, നമ്മൾ ഓർക്കണം ഇത് മൺസൂൺ സെഷനാണ്. ആ മൺസൂൺ സെഷനിൽ കേരളത്തിലെ വെള്ളപ്പൊക്കം, പ്രളയം, കെടുതി, കടലിൽ ആളുകൾ മുങ്ങി മരിക്കുന്നു. അതിന് കേന്ദ്ര സഹായം വേണം, നേവിയുടെ സഹായം വേണം, ആർമിയുടെ സഹായം വേണം, NDRFൻ്റെ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, ഇതിൻ്റെയൊക്കെ സഹായം വേണം. ഇതൊക്കെ ചോദിച്ച് വാങ്ങിച്ച് സമ്മർദ്ദത്തിലൂടെ നേടിയെടുക്കാനുള്ള നമ്മുടെ പാർലമെൻറ്റ് MPമാരുടെ സമ്മേളനം പോലും നടന്നിരുന്നു കേരളം ആവശ്യപ്പെടേണ്ട കാര്യങ്ങൾ. ഇതൊന്നിനും സമയം കിട്ടാതെ ഇത് മൺസൂൺ കാലത്തെ മഴക്കെടുതിയിലാക്കി പാർലമെൻറ്റിനെയും കൂക്കി വിളികൾ കൊണ്ട് നാണക്കെടുത്തി, കൊച്ചു കുട്ടികളൊക്കെ കാണിക്കുന്ന പോലെ, പക്വതയില്ലാത്ത ആളുകൾ കാണിക്കുന്ന പോലെ പെരുമാറി. ചിലർക്ക് ലുങ്കിയായിരുന്നു പ്രശ്നം, ചിലർക്ക് മറ്റു ചിലതായിരുന്നു പ്രശ്നം. ആ രീതിയിലാക്കി പാർലമെൻറ്റിനെ അലങ്കോലപ്പെടുത്തി. ഒടുവിൽ അമിത്ഷായ്ക്ക് എന്നെ കാണാൻ പേടിയാണെന്ന് പറഞ്ഞ ആള് അമിത്ഷാ എന്നാ ചോദിക്കടാ എന്ന് പറഞ്ഞു വന്നപ്പോൾ പേടിച്ച് അവിടുന്ന് ഒരൊറ്റ ഓട്ടവും ഓടിയിട്ട് ചെന്ന് അതിനപ്പുറം, ഞാൻ ഓരോരോ കാരണങ്ങളായിട്ട് ഇതിൻ്റെ പറയുകയാണ്, അദ്ദേഹം അപ്പുറത്തോട്ട് ചെന്നിട്ട് അവിടെ ചിന്തൻ ശിബിര് പോലെ അവരുടേതായിട്ടുള്ള രചനാത്മക ശിബിരം എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ശിബിരം അവിടെ നടത്തിയിട്ട് അവിടെ ആണുങ്ങൾ തമ്മിലാണ് അവർ തമ്മിൽ വലിയൊരു കെട്ടിപ്പിടുത്തം. അവർ സങ്കല്പിച്ചത് എന്താണെന്ന് അറിയോ? ഒരാൾ നരേന്ദ്രമോദിയും മറ്റൊരു മെലഡി. കൊച്ചുമകളും അപ്പൂപ്പനും തമ്മിലുള്ള പ്രായവ്യത്യാസമുണ്ട്. മോദി അങ്ങനെ തന്നെയാണ് കാണുന്നതും. പക്ഷേ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലുള്ള മോദിയെ ബഹുമാനിക്കുന്നു മെലഡി. അവർ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആൾ നരേന്ദ്രമോദിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനമാണ്, സ്നേഹമല്ല, മറ്റൊരു ചപല വികാരങ്ങളുമല്ല. അങ്ങനെയുള്ള ഒരാളിനെ അവിടെ തന്നെ ഒരു കുരങ്ങിൻ്റെ നിബന്ധർ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്, കുരങ്ങിൻ്റെ രൂപത്തിൽ അവിടെ അവതരിപ്പിച്ചുകൊണ്ട് വലിയ തോതിൽ മോദിയെ അപമാനിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ചോദിച്ചു, വൈ ഡിഡൻറ്റ് യു അറ്റൻഡ് ദ ഡിബേറ്റ് ഇൻ പാർലമെൻറ്റ് യെസ്റ്റർഡേ? അദ്ദേഹം പറയുന്ന മറുപടി, പ്രതിപക്ഷ നേതാവാണ്, എല്ലാ പ്രതിപക്ഷത്തിൻ്റെയും നേതാവാണ്. അദ്ദേഹം പറയാണ്, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഡിബേറ്റ്, ഐ വാണ്ട് ദ റെസിഗ്നേഷൻ ഓഫ് അമിത് ഷാ ആൻഡ് ദ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം അതാണ്, അവരെ രാജിവെപ്പിക്കുക, എന്നിട്ട് കസേരയിൽ കയറിയിരിക്കുക. അങ്ങനെ അധികാരക്കൊതിയും അതിനോടൊപ്പം തന്നെ പറയപ്പെടുന്ന കാമഭ്രാന്തും മൂലം മനോനില തെറ്റിയ ഒരു നിലയിലാണ് പ്രതിപക്ഷ നേതാവ്. പിന്നെ പ്രതിപക്ഷം എങ്ങനെ ശരിയാവും? പ്രതിപക്ഷത്ത് പലർക്കും, SP ഉൾപ്പെടെ പല കക്ഷികൾക്കും അഭിപ്രായങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. അവർക്കുള്ള ഏക അവസരമാണിത്. രാമക്ഷേത്ര കൊള്ളയെക്കുറിച്ചുമൊക്കെ അതിനെക്കുറിച്ചൊക്കെയുള്ള രചനാത്മകമായിട്ടുള്ള ചർച്ചകൾ മുഴുവൻ ഈ രാഹുൽ ഗാന്ധി ലീഡ് ചെയ്യുന്നതുകൊണ്ട്, ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ആയതുകൊണ്ട് തകർത്തെറിഞ്ഞു. LOP എന്നാണ് ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ പറയുക. അതിപ്പോൾ ലവർ ഓഫ് പട്ടായ എന്നുള്ള രീതിയിലേക്കുള്ള ഭാഷ്യങ്ങളൊക്കെ ജനങ്ങൾ ചമച്ചു തുടങ്ങി. ഇന്ത്യയിലെ ഒരൊറ്റ പ്രതിപക്ഷ നേതാവിന് ഈ ഒരു ഗതികേട് വന്നിട്ടില്ല. അപ്പോൾ
നമ്മൾ ആലോചിക്കും. ഇനി ഇത് കൂടാതെ വേറെയും പല കാരണങ്ങളുമുണ്ട്. അദ്ദേഹം നമുക്ക് കിട്ടിയ കേരളം എന്നാക്കി അതിനെക്കുറിച്ച് നമ്മുടെ എം പിമാർക്കൊന്നും മനസ്സ് തുറന്ന് സന്തോഷിക്കാനുള്ള അവസരം നടത്തിയില്ല. കൂക്കുവിളി, കാക്കോഫോണി ഇത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇദ്ദേഹത്തിന് മര്യാദയ്ക്ക് ഇന്നുവരെ പാർലമെൻറ്റിൽ പെരുമാറാൻ അറിയത്തില്ല. വന്ന ഉടനെ പ്രിയങ്ക ഗാന്ധിയെ കാണുക, ചുംബനം അർപ്പിക്കുക. പാർലമെൻറ്റിൽ നടത്തേണ്ട പരിപാടി ഇതല്ല എന്ന് സ്പീക്കർക്ക് പറയേണ്ടി വന്നു. ഓർക്കാപ്പുറത്ത് ഞാൻ ഇവിടെ സ്നേഹത്തിൻ്റെ കട തുറക്കുകയാണെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് പാവപ്പെട്ട മോദി അവിടെ ഇരുന്ന്, മോദി ഹൈ സെക്യൂരിറ്റി ഉള്ളൊരു മനുഷ്യനാണെന്നെങ്കിലും ഓർക്കണ്ടേ, അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് കണ്ണിറുക്കി കാണിക്കുക. എന്തൊരു ബിഹേവിയറാണ്! യാതൊരു തരത്തിലുള്ള പക്വതയുമില്ലാത്ത പെരുമാറ്റങ്ങൾ കൊണ്ട് പ്രതിപക്ഷ നേതാവെന്നുള്ള കസേരയിലിരിക്കാൻ യോഗ്യനല്ല എന്ന് ബഹുത തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് വാസ്തവത്തിൽ. കഷ്ടം തോന്നുകയാണ്. ഇതുമൂലം നഷ്ടപ്പെടുന്നത് ഇന്ത്യയുടെ യശസ് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ യശസ്സും കൂടിയാണ്. ഏക കക്ഷി ഭരണം അല്ലെങ്കിൽ ഏക മുന്നണി ഭരണത്തിലേക്ക് ഇന്ത്യയെ നയിക്കുകയാണ്. കാരണം ഇത്തരം പക്വതയില്ലാത്ത പെരുമാറ്റങ്ങൾ കൊണ്ട്, നെഹ്റു കുടുംബത്തിൽ നിന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പെരുമാറ്റങ്ങൾ കൊണ്ട്, ഒരുപക്ഷെ സഞ്ജയ് ഗാന്ധിക്ക് പോലും ഇതിനേക്കാൾ കൂടുതൽ പക്വതയുണ്ടായിരുന്നു. ഒന്നും അല്ലെങ്കിൽ മാരുതി ഉദ്യോഗം എന്നുള്ള ഒരു കമ്പനി സഞ്ജയ് ഗാന്ധിയുടെ സൃഷ്ടിയാണ്, നമ്മൾ മറന്നുകൂടാ. അത്രമാത്രം മോശമായിട്ട്, ഇന്ത്യക്ക് ഒരു പ്രയോജനമില്ലാതെ, ഹിംസാത്മകമായിട്ട്, നിഷേധാത്മകമായിട്ട്, സംഹാരാത്മകമായിട്ട്, അതുപോലെ തന്നെ അരാജകത്വപരമായിട്ട് പെരുമാറുന്ന ഒരു നഗര നക്സലൈറ്റും ആണിദ്ദേഹം. എന്നാലോ നക്സലൈറ്റുകൾക്ക് ബുദ്ധിയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് നരേന്ദ്രമോദി പറയും പോലെ ബാലക് ബുദ്ധിയാണ്. ബുദ്ധിയുള്ളവരുണ്ട് ശശി തരൂരിനെ പോലെ, മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുക. അതേസമയം KC വേണുഗോപാലിനെ പോലുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾ, KC വേണുഗോപാൽ, ഭവൻ ഖേര, ജയറാം രമേശ്, ഈ 3 പേരാണ് ഉപദേശക വൃന്ദത്തിലുള്ളത്. ഇദ്ദേഹത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റഷ്യൻ സാർ ചക്രവർത്തിനിയെ എങ്ങനെ റാസ്പുട്ടിൻ നശിപ്പിച്ചു കളഞ്ഞോ അതുപോലെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു വിധാനത്തിലേക്കാണ് പോകുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ കോമാളിത്തരങ്ങളിൽ നിന്ന് കോൺഗ്രസിനെ മോചിപ്പിക്കണം. പ്രതിപക്ഷ നേതാവ് സ്ഥാനം പ്രിയങ്ക ഗാന്ധി ഏറ്റെടുക്കട്ടെ, കേരളത്തിൽ നിന്നുള്ള MP കൂടിയാണ്. സമനിലയുള്ള ആളെന്തായാലും അത് ഏറ്റെടുക്കണം, ആരും ആയിക്കോട്ടെ, അത് അവരുടെ തീരുമാനം. അല്ലെങ്കിൽ വീണ്ടും വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ പോകുന്നത് NDA മുന്നണി തന്നെയായിരിക്കും. ഇന്ത്യ മുന്നണിയെ കൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിപക്ഷ നേതാവ്. ഇത്തരം ചർച്ചകൾ കോൺഗ്രസിനകത്ത് തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്, ഘടകകക്ഷികളിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു രാവണനെ പോലെ, രാക്ഷസനെ പോലെ പാർലമെൻറ്റ് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ രാമായണ മാസമാണല്ലോ. എന്തിനാണ് വസിഷ്ഠ മഹർഷി വന്നിട്ട് രാമനെ കൂട്ടിക്കൊണ്ട് വനത്തിലേക്ക് പോയത്? അവിടുത്തെ താപസന്മാരെ രാക്ഷസന്മാരിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ആ പർണശാലകളെ രാക്ഷസന്മാരുടെ ക്രൂരമായ പ്രവർത്തികളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് ആ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാക്ഷസനിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും കാര്യം വട്ടപൂജ്യം തന്നെയാണ്. അത് അത്തരം ഒരു സ്ഥിതിവിശേഷമാണ് അദ്ദേഹം അവിടെ. ഏറ്റവും ഒടുവിൽ ഏറ്റവും സഹിക്കാനാകാത്ത കാര്യമാണ് ജോർജിയ മെലണി എന്ന് പറഞ്ഞ ഇറ്റലി എന്ന് പറയുന്ന വലിയ ചരിത്രമുള്ള, അതുപോലെ തന്നെ കാത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ വത്തിക്കാനിരിക്കുന്ന സ്ഥലമായിട്ടുള്ള, അവരുടെ പരിശുദ്ധമായ പീഠമിരിക്കുന്ന സ്ഥലമായിട്ടുള്ള, പള്ളിയിരിക്കുന്ന സ്ഥലമായിട്ടുള്ള, മൈക്കൽ ആഞ്ചലോയുടെയും റാഫേലിൻ്റെയും മറ്റും ചിത്രങ്ങളൊക്കെ ഉള്ള പള്ളികളുള്ള സ്ഥലത്തിൽ, ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്തിലെ ആ രാജ്യം തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന തരത്തിൽ ഇങ്ങനെ പെരുമാറിയത്. ഒരു പക്ഷേ മെലഡി എന്നൊരു മിഠായി പാരീസിൻ്റെയാണ്, സംഭാവനയായിട്ട് ഒരിക്കൽ ഇദ്ദേഹം കൊണ്ട് കൊടുത്തു. മെലഡി എന്ന് പറയുമ്പോൾ മെലണിയും ഉണ്ട്, അതിനകത്ത് മോഡിയ ഒരു ഡിയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇയാൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. താനല്ലേ ഇതൊക്കെ കൊണ്ട് കൊടുക്കേണ്ടത്, ആലിംഗനമൊക്കെ ചെയ്യേണ്ടതും. അല്ലാതെ ഇയാളാരാ, മോദി എന്തിനാ പോകുന്നത്, ചായക്കടക്കാരൻ്റെ മകൻ, അത് താനിരിക്കേണ്ട കസേരയിൽ ഇയാൾ കയറിയിരിക്കുന്നു, അടുത്തെങ്ങും പോകുന്ന ലക്ഷണവും കാണുന്നില്ല. ഇതുകൊണ്ട് ഭ്രാന്ത് പിടിച്ച ഒരാളിൻ്റെ ജൽപ്പനങ്ങളും പെരുമാറ്റങ്ങളുമാണ് ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ വാഴ്ത്തുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ നാശത്തിലേക്കായിരിക്കും ആ വാഴ്ത്തിപ്പാട്ടുകൾ എത്തിക്കുക.
കാരണം പിണറായി വിജയൻ്റെ വാഴ്ത്തുപാട്ടുകൾ എവിടെയാണ് ആ പാർട്ടിയെ എത്തിച്ചതെന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാവും കോൺഗ്രസിൻ്റെ സ്ഥിതി എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഈ പെരുമ. ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗോഡ് ഈസ് സീയിങ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ് എന്ന് പറയുന്നത് പോലെ ജനങ്ങൾ ക്ഷമാപൂർവ്വം ഇത് കാത്തുകൊണ്ടിരിക്കുക. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് സാമാന്യനെ കരുതുന്നത്. എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ലാത്തതുകൊണ്ട് കോൺഗ്രസ് അദ്ദേഹത്തിനെ മാറ്റണം, അദ്ദേഹം രാജിവെക്കണം. ഇപ്പോൾ അമിത്ഷായുടെ രാജിയല്ല ആവശ്യം, രാഹുൽ ഗാന്ധി തന്നെ രാജിവെക്കണമെന്നൊരു അഭിപ്രായം ഉരുത്തിരിഞ്ഞു വരികയാണ്. എന്തായാലും നമുക്ക് നോക്കാം, കാത്തിരുന്ന് തന്നെ കാണാം. ഇവിടെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇവിടെ ഭരണപക്ഷം പറയുമ്പോഴും വെറുതെ കിടന്ന് ബഹളം വെക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റിൽ കയറി പിടിച്ചങ്ങ് വളരെ അതെ അലങ്കോലമാക്കാനാണ് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. നമസ്കാരം.